നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നത്തെ ഐറ്റം മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മസാല പീനട്ടാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ മസാല പീനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 125 ml കപ്പാണ്. അതിനൊരു കപ്പ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കുറച്ച് നന്നായി ഇരുന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കുറച്ച് നല്ലവണ്ണം വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടാട്ടോ. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ ഞാനിടുന്ന 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ അതിട്ടാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഞാൻ 1 കപ്പ് പീനട്ടാണ് ഇടുന്നത്. 2 കപ്പ് പീനട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം ഞാൻ 1 കപ്പ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇടുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. 2 കപ്പ് ഒന്നിച്ചിട്ടാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ബാക്കിയുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒരിക്കലും ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താലേ നന്നാവുള്ളൂ. ഇല്ല എങ്കിൽ അത് വെള്ളം ഒലിച്ച പോലെയാവും കേട്ടോ. ഇതിലൊരിക്കലും ഒലിച്ച പോലെ ആവരുത്. ആ പീനട്ടിലൊക്കെ നമ്മുടെ കടലയിലൊക്കെ ശരിക്ക് പിടിക്കണം. എഗെയിൻ 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നവർക്ക് അതായിരിക്കും എളുപ്പം. ഞാൻ അധികം കൈകൊണ്ട് മിക്സ് ചെയ്യാത്ത അതിന്റെ തോലൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യും. ഇനിയും കുറച്ചും കൂടി വെള്ളം വേണം നമുക്ക്. അപ്പൊ ഞാൻ എഗെയിൻ 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 6 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 8 ടേബിൾ സ്പൂണോളം വേണം. ഒരു 1/4 കപ്പിനേക്കാൾ താഴെ വെള്ളം വേണ്ടി വരുള്ളൂ ഇതിന്. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. ഈ കടലയില് എല്ലാ സ്ഥലത്തും ഇത് ഒരുപോലെ കോട്ടഡ് ആവണം. പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേ അത് കറക്റ്റ് ആയി വരുള്ളൂ. ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കോട്ടഡ് ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം മുറുകിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എഗെയിൻ ഒരു ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു ക്രിസ്പിനെസ്സും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാ ഇങ്ങനെ ഓരോ പീനട്ടിലും ഇത് കോട്ടഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വറുത്തിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാം. ഇതിങ്ങനെ പിടിച്ച് ഒന്നിച്ചിങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ ഇത് കുക്കാവുകയും ചെയ്യും. 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഈ ബബിളൊക്കെ നിൽക്കുന്നവരെ നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം. വലിയ വലിയ പീസസ് ആയിട്ട് കൂട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതിൽ തന്നെ. അല്ലെങ്കിൽ പുറത്തെടുത്തിട്ടും ചെയ്യാം. ഇപ്പൊ കണ്ടോ, നമ്മുടെ ഓയിലൊക്കെ ബബിളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പിനി ഇത് എടുക്കാറായിട്ടുണ്ട് നമുക്ക് കേട്ടോ. 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പൊ ഇതെല്ലാം വറുത്തെടുത്ത പീനട്ടൊക്കെ കൂടി ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലാസ് ഇതിന്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യണം. അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് സോൾട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചാറ്റ് മസാലയ്ക്ക് ഇടുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ മുളക് പൊടി ഉപ്പൊക്കെ കുറച്ച് മുന്നിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ടേസ്റ്റ് നന്നായിട്ട് തോന്നിക്കുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ഇനി കുറച്ച് ഉപ്പും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊതുവെ നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്നതിൽ കുറച്ച് ഇതിങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പൊ ബ്ലാക്ക് സോൾട്ട് ഇല്ലാത്തവർക്ക് അത് യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പൊ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഒരാഴ്ചയോ 10 ദിവസമൊക്കെ സുഖമായി എടുത്തു വെക്കാം. അപ്പൊ ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.